ഉയർപ്പുകാലം 5-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 21 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: യുക്തിരാഹിത്യത്തിലെ യുക്തി കണ്ടെത്താനുള്ള യുക്തിബോധം. പ്രിയ സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു സംഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ച് ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശത്തിലേക്ക് കടന്നു വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ ബിരുദദാന ചടങ്ങ് വളരെ ആഘോഷപൂർവ്വമാണ് നടത്താറ്. അതിന് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളുമൊക്കെ സന്നിഹിതരാക പതിവാണ്. ബിരുദദാനന്ദ ചടങ്ങ് കഴിഞ്ഞതിനു ശേഷം ഓരോരുത്തരെയും സാമ്പത്തിക ഭദ്രതയനുസരിച്ച് ചെറുതും വലുതുമായ സമ്മാനങ്ങൾ കൈമാറുക അവിടെ സർവ്വസാധാരണമായിട്ടുള്ളൊരു പതിവാണ്. അതുകൊണ്ടും കൂടിയാണത് ആഘോഷത്തിന്റെ തിമിർപ്പുണ്ടാകുന്നത്. അമേരിക്കയിലെ അപ്പർ മിഡിൽ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഭവനത്തിലെ ഏക സന്തതിയാണ് ജാക്ക്. ആ വീട്ടിൽ അവൻ മാത്രമേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. സാമ്പത്തികമായിട്ട് വളരെ ഭദ്രതയുള്ള ഒരു കുടുംബം. അവന്റെ യൂണിവേഴ്സിറ്റി ബിരുദം പഠനം കഴിഞ്ഞു. ബിരുദദാന ചടങ്ങാണ്. ആ ചടങ്ങിന് പിതാവിൽ നിന്ന് ലഭിച്ചാൽ കൊള്ളാമെന്ന് പ്രതീക്ഷിക്കുന്ന സമ്മാനത്തെപ്പറ്റി അവൻ അതിനു മുമ്പ് തന്നെ സൂചനകള് അപ്പച്ചനും അമ്മച്ചിക്കും കൊടുത്തിരുന്നു. അന്ന് വളരെ വിലപിടിപ്പുള്ള ഒരു കാറ്, സ്പോർട്സ് കാറ്, അതാണ് അവൻ പ്രതീക്ഷിച്ചിരുന്നത്. വലിയ വില വരും അതിന്. എങ്കിലും സാമ്പത്തിക ഭദ്രത കുടുംബത്തിനുണ്ടായിരുന്നത് കൊണ്ട് അവൻ ഒരു സ്പോർട്സ് കാറ് ബിരുദദാന ചടങ്ങിന് ശേഷം മാതാപിതാക്കളിൽ നിന്ന് ആവശ്യപ്പെട്ടത് ആർക്കും അനൗചിത്യമായി തോന്നിയില്ല. കാശുണ്ടപ്പന്, അപ്പൊ അത് അവന് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നൊരു ധാരണ, ഇതിനുള്ള സൂചനയും അവൻ നൽകിയിരുന്നു. അവൻ ആഗ്രഹിക്കുന്ന സമ്മാനം ഇതാണെന്ന്. ബിരുദദാന ചടങ്ങിന്റെ ദിവസം കാലത്ത് പിതാവ് മകനെ അടുത്തേക്ക് വിളിച്ചിട്ട് മകനെ അഭിനന്ദിക്കുകയാണ്. നിന്നെപ്പോലൊരു മകനെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു ജാക്ക്. നമ്മളെല്ലാവരും തന്നെ ഞങ്ങളൊക്കെ വരുന്നുണ്ട് നിന്റെ ബിരുദദാന ചടങ്ങിലെ സംബന്ധിക്കാൻ. സമയത്തിന് ഉടുത്തൊരുങ്ങി എല്ലാവരും സഹകുടുംബം തന്നെ സിനറ്റ് ഹാളിലേക്ക് പോയി. ചടങ്ങൊക്കെ കഴിഞ്ഞു. അതിന് സമ്മാനങ്ങൾ കൈമാറുന്ന സമയമായി. ജാക്കിന്റെ അപ്പച്ചൻ മനോഹരമായി പാക്ക് ചെയ്തിട്ടുള്ള ചെറിയൊരു പാക്കറ്റ് കയ്യിലും പിടിച്ചുകൊണ്ട് മകന് കൊടുക്കാൻ വേണ്ടി എത്തുന്നു. വളരെയധികം ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെ മകൻ അത് വാങ്ങുന്നു. അവിടുത്തെ സംസ്കാരം അനുസരിച്ച് അത് ഉടനെ തന്നെ പൊളിക്കുക. നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത് അവിടെ വെക്കുകയുള്ളൂ. അത് ഉടനെ തന്നെ പൊളിച്ചു നോക്കിയവൻ. അപ്പോ ഗിൽട്ടൊക്കെ ഇട്ട് വളരെ മോടി പിടിപ്പിച്ചിട്ടുള്ള ഒരു ബൈബിളാണ് ഈ പാക്കറ്റിന്റെ ഉള്ളില്. അവൻ ബൈബിളാണ് പിതാവ് തനിക്ക് സമ്മാനമായിട്ട് നൽകിയിരിക്കുന്നത് എന്ന് കണ്ട ഉടനെ തന്നെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചു അവൻ. ആ പാക്കറ്റ് വലിച്ചെറിഞ്ഞവൻ. ഇത്രയേറെ സമ്പത്തുണ്ടായിട്ട് എന്റെ പിതാവിന് എനിക്ക് ഈ അവസരത്തിൽ തരാൻ തോന്നിയത് ഒരു ബൈബിളാണല്ലോ എന്നുള്ള പുച്ഛഭാവത്തിൽ അവൻ വലിച്ചെറിഞ്ഞു. അന്തരീക്ഷം മുഴുവൻ സ്തബ്ധമായി. അവന്റെ പ്രതിഷേധം അതുകൊണ്ട് നിന്നില്ല. അവൻ വീട്ടിൽ കയറിയില്ല. വീട്ടിൽ നിന്ന് അന്ന് തന്നെ അവൻ പുറത്തിറങ്ങി. അവൻ സമീപത്തുള്ള വലിയൊരു അപ്പാർട്ട്മെന്റ് ജീവിതം തുടങ്ങി വാടകയ്ക്ക്. അത് അവന് സാധിക്കുമായിരുന്നു. അധിക നാൾ കഴിഞ്ഞതിന് മുമ്പ് അവന്റെ ഗേൾ ഫ്രണ്ടിനെ അവൻ വിവാഹം കഴിച്ചു. ഇതിന്റെ ഇടയില് അവന് 1-2 പ്രാവശ്യം ചിന്തകൾ വന്നു. വീട്ടിലേക്കൊന്ന് പോകാം. അവനാണ് ഏക മകൻ. പക്ഷേ അതിനെ അവന്റെ മനസ്സ് സമ്മതിച്ചില്ല. അതിനുള്ള എളിമ അവനുണ്ടായില്ല. അതിനുള്ള മനസ്സിന്റെ തുറവി അവനുണ്ടായില്ല. സത്യം ഈ യാഥാർത്ഥ്യത്തിൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി അവന് വന്നില്ല. അതുകൊണ്ട് അവൻ വീട്ടിൽ പോയില്ല. കാലം അല്പം അങ്ങോട്ട് കഴിഞ്ഞു, ഏകദേശം 2 വർഷത്തോളം. അപ്പോഴാണ് ഒരു വാർത്ത അവൻ അറിയുന്നത്. അവന്റെ പിതാവ് മരിച്ചു. പിതാവിന്റെ മരണവാർത്തയായിരുന്നു അത് അവന്. ഉടനെ തന്നെ അവൻ വീട്ടിലേക്ക് പോയി. എല്ലാ സ്വത്തും അവന്റെ പേരിലാണ് പിതാവ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ പോയ ആ അവസരത്തിൽ പിതാവിന്റെ കിടപ്പ് മുറിയിലും അവൻ ഒരു പരിശോധനയൊക്കെ നടത്തി. അപ്പോ അവൻ കണ്ടു അതിലുള്ള ഷോ കേസില് പിതാവ് ബിരുദാനന്ദ ആ ചടങ്ങിൽ അവന് സമ്മാനിച്ച, അവൻ വലിച്ചെറിഞ്ഞ് വികൃതമാക്കിയ ആ പാക്കറ്റ് ആ വികൃതമായ രീതിയിൽ തന്നെ ആ ഷോ കേസില് അവൻ കണ്ടു. അവൻ അതിന്റെ അടുത്ത് ചെന്നു. അവൻ അത് എടുത്തു. ബൈബിളാണെന്ന് അവനറിയാം. അവൻ തുറന്നു നോക്കിയപ്പോ അതിലൊരു അടയാളം വെച്ചിരിക്കുന്നു. ആ പേജ് അവൻ കണ്ടു. ആ പേജിലെ ഒരു വാചകം താഴെ വരച്ചിരിക്കുകയാണ്. അവൻ അത് വായിച്ചു. Here it goes. Evil as you are, you know to give good things to your children. How much more your heavenly Father will give
ഗുഡ് തിങ്സ് ടു ദോസ് ഹു ആസ്ക് ഹിം. ഇതാണ് ആ വാചകം. മക്കൾക്ക് നല്ല വസ്തുക്കൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമായിട്ട് നല്ല വിഭവങ്ങൾ തന്നെ ചോദിക്കുന്നവർക്ക് നൽകിയില്ല എന്നതാണ് ആ വാചകം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 7 വാക്യം 11 അവൻ അത് വായിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്തോ ആ പുസ്തകത്തിൽ നിന്ന് താഴെ വീണു. അവൻ അത് ശ്രദ്ധിച്ചു എടുത്തപ്പോ മനസ്സിലായി അതൊരു കാറിന്റെ താക്കോലാണ്. അവൻ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോ സ്പോർട്സ് കാറിന്റെ താക്കോൽ, പുതുപുത്തൻ സ്പോർട്സ് കാറിന്റെ താക്കോൽ, കൂട്ടത്തിൽ ചെറിയൊരു കവറും. പൊട്ടിച്ചു വായിച്ചു നോക്കുമ്പോ കാറിന്റെ എല്ലാ പണവും ബാങ്കിൽ അടച്ചതിന്റെ രശീതിയാണ് ആ കവറില്. അവൻ അതിന്റെ ഡേറ്റ് നോക്കി. തന്റെ ബിരുദദാന ചടങ്ങിന്റെ 3 ദിവസം മുമ്പാണ് ഈ രശീതിയുടെ ഡേറ്റ്. അവൻ ഇതെല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും വികാരത്തിന്റെ വേലിയേറ്റം അവന്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വിചാരിച്ചു, അവൻ പ്രതീക്ഷിച്ച രീതിയിലും ആകൃതിയിലും ഭാവത്തിലും സമയത്തിലും രൂപത്തിലും അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോ മാത്രമേ അവന് സമ്മാനമായിട്ട് അത് കരുതാൻ സാധിക്കുന്നുള്ളൂ. ജാക്കിന് പറ്റിയ അബദ്ധം അതാണ്. അവൻ പ്രതീക്ഷിച്ച രീതിയിൽ സമ്മാനം അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. അവന്റെ പ്രതീക്ഷയ്ക്ക് വ്യത്യാസപ്പെട്ട രീതിയിൽ വന്നപ്പോ അവന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അവൻ പൊട്ടിത്തെറിക്കുകയാണ്. ഇങ്ങനെ വൈകാരികമായ ഭാവത്തിന്റെ സമ്മിശ്രമായ വികാരം കൊണ്ട് ജാക്ക് അങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഏതാണ്ട് സമാനതകള് നമുക്ക് ആരോപിക്കാവുന്ന ഒരു വിവരണമാണ് ഇന്നത്തെ സുവിശേഷം എന്ന് എനിക്ക് തോന്നി. നല്ല ചെറുപ്പക്കാര്, ജാക്കിനേക്കാൾ വയസ്സാൽപ്പം കൂടിയിരിക്കും. അന്ന് അവർക്കുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും ഉപേക്ഷിച്ചു യേശുവാകുന്ന ഒരു വ്യക്തിയിലെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട്. പക്ഷേ യേശുവിനെ നാട്ടുകാർ പിടിച്ചു, വട്ടിച്ചു, മർദ്ദിച്ചു, കുരിശിൽ തൂക്കി കൊന്നു. അവരുടെ പ്രതീക്ഷ മുഴുവനും പോയി. ഒരു നിമിഷം അവരുടെ മനസ്സിലേക്ക് കയറി വന്നു മണ്ടത്തരം പറ്റി അവർക്ക്. അവരാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢികൾ എന്ന് അവർക്ക് തോന്നി. നമ്മുടെ പത്രോസിനും കൂട്ടുകാർക്കും തോന്നിയതായിരിക്കണം അത്. ആരിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്നു? ആ ആളെ നാട്ടുകാർ പിടിച്ച് വലിച്ച് കുരിൽ തറച്ചു കൊന്നു. ഇതിലും പറ്റിയൊരു അബദ്ധമുണ്ടോ? വലിയൊരു അബദ്ധമുണ്ടോ? ഇങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോ, നിരാശപ്പെട്ടിരിക്കുന്ന അവസരത്തില് ആരോ പറഞ്ഞു കേൾക്കുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റു. കേൾക്ക് തന്നെയല്ല, 1-2 പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ട് സമാധാനം നിങ്ങൾക്ക് എന്നൊക്കെ പറയുന്നു. വികാരത്തിന്റെ വേലിയേറ്റം അവരുടെ ഉള്ളിലെ നിമിഷങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു. അവരെ വയറ്റിൽ വിശപ്പിന്റെ കാറ്റു കയറി. അവർക്ക് വിശക്കണു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു അവർ കണ്ടു. പക്ഷേ ഇപ്പൊ അവരൊക്കെ കൂടെയില്ല. അവരൊറ്റയ്ക്കായി. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരാശ ഒരു ഭാഗത്ത്. എന്തെല്ലാം വികാരങ്ങൾ ആ മനുഷ്യർക്കുണ്ടാകാവുന്നു അതെല്ലാം ആ നിരാശയിൽ നിന്നായിരിക്കണം പത്രോസ് അപ്പോ പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോവുക. കാരണം മീൻപിടുത്തം അവർക്ക് അറിയാവുന്ന ഒരു തൊഴിലാണ്. വെറും അറിയാവുന്നതെന്നല്ല, മിടുമിടുക്കന്മാര്. യോനായുടെ പുത്രനായ ശമയോൻ മീൻപിടുത്തത്തിൽ ഉഗ്രൻ. അന്ത്രയോസ് ഒട്ടും കുറവല്ല. സെബദീ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഒന്നിനൊന്നും മെച്ചം. ഇവരാണ് ഈ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ പിതാവ് തോമാസ് ലീം ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മിട്ടുമിട്ടുക്കൻ യുവാക്കന്മാര്. ഒന്നുമില്ല അവരുടെ കയ്യിൽ. വയറ്റിൽ വിശപ്പിന്റേതായിട്ടുള്ള കാറ്റ്. അതുകൊണ്ട് ഉപേക്ഷിച്ച ആ ജോലിയിലേക്ക് തന്നെ, ആ ജീവിത രീതിയിലേക്ക് തന്നെ അവർ മടങ്ങുന്നു. മീൻപിടുത്തം അവരെ ആരെയും പഠിപ്പിക്കണ്ട. ഗാലിലി തടാകം എന്ന് പറയുന്നതും ഗാനസറത്ത് തടാകം എന്ന് പറയുന്നതും തിബേരിയസ് തടാകം എന്ന് പറയുന്നതും ഒക്കെ ഒന്നാണ് മക്കളെ. ഒരേ ജലാശയത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പേരുകള്. ഇന്ന് സാധാരണ രീതിയിൽ ഒരു കടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ജലാശയമാണ് ഗാലിലി കടൽ. ഏകദേശം 13 കിലോമീറ്റർ നീളവും ഏകദേശം 9 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ജലാശയം. അതാണ് ഗാലിലി കടല്. അതാണ് തിബേരിയസ് കടല്. അതാണ് ഗനാസറത്ത് തടാകം എന്നൊക്കെ പറയുന്നത്. എല്ലാം ഒന്ന് തന്നെ. സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, അവര് 7 പേര് യുവാക്കള്, എന്തിനും പോരുന്ന യുവാക്കള് ഈ ചെറിയ തടാകത്തിലെ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ വേണ്ടി പരുതി. അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു മുഖംമൂലയും ഗാലിലി കടലിൽ ഇല്ല. അവർക്കറിയാം മീൻ എവിടെയാ ഉണ്ടാകുക എന്ന്. ഉള്ള മീനെ പിടിക്കാൻ അവരോട് ആരും പറയേണ്ട കാര്യമില്ല. ഒരു കാലത്ത് അത് ഉപേക്ഷിച്ചതാണ്. പക്ഷെ നിവൃത്തികേടിന്റെ അടിസ്ഥാനത്തിൽ അവർ വീണ്ടും മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അവർക്കറിയാവുന്ന കടൽ മുഴുവനും പരുതി. സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഒരു പൊട്ട് പോലും അവർക്ക് കിട്ടിയില്ല. ഒരു ചെറു മത്സ്യം പോലും അവരുടെ വലയിൽപ്പെട്ടില്ല. നിരാശ ശതഗുണീഭവിച്ച
രംഗം. ജാക്കിന്റെ അപ്പന് വിചാരിച്ചാൽ പോലും സാധിക്കാമായിരുന്ന അല്ലാത്ത ഒരു പ്രക്രിയയുമായിട്ട് സാക്ഷാൽ യേശുക്രിസ്തു അവരെ വീണ്ടും സമീപിക്കുന്നു. യേശുക്രിസ്തു അന്ന് അവരെ സമീപിച്ച രീതിയിൽ ജാക്കിന്റെ അപ്പനെ സമീപിക്കാൻ സാധ്യമല്ല. ഒരു അപരിചിതനെ പോലെ യേശുക്രിസ്തു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഈ സമയത്ത് ചോദിക്കുന്നു, എന്തേ മീനൊന്നും കിട്ടിയില്ലേ? അർത്ഥമുള്ളൊരു ചോദ്യമായിരിക്കണം അത്. വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നൊരു ചോദ്യമായിരിക്കണം. യേശുക്രിസ്തു അവരോട് ചോദിക്കുന്നു, എന്തേ മീനൊന്നും കിട്ടിയില്ലേ? ഇവരെ മീൻ പിടിക്കാൻ ആരും പഠിപ്പിക്കണ്ട. ഒരു തരത്തിൽ പറഞ്ഞാൽ പത്രോസിന് തോന്നി കാണാം, എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളെ കളിയാക്കുകയാണോ എന്ന് പോലും തോന്നിട്ട് കാണാം. അത്രയ്ക്കും നിരാശയും നിങ്ങളുടെ കഴിവിനെ ചോദ്യം ചെയ്യുകയാണോ എന്ന് പോലും ചോദിക്കാനാം. ആ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കളിയാക്കുകയല്ലായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തു വീണ്ടും പറയുന്നു, ആ വള്ളത്തിന്റെ വലത്തുവശത്ത് വലവീശ്. സാധാരണ ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരന്, നീ ആരടാ ഇത് ഞങ്ങളോട് പറയാ? ഈ കടല് നിങ്ങൾക്കറിയാം, നീ ആരാ? ഞങ്ങൾ മുഴുവനും ഈ രാത്രി മുഴുവനും അതിലെ വലയും ഇടത്തും വലത്തും വീശിയതാണ്, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പത്രോസ് അത് പറഞ്ഞില്ല. ഇവിടെയാണ് അതിന്റെ വ്യത്യാസം. ജാക്കിന്റെയും പത്രോസിന്റെയും കൂട്ടുകാരുടെയും വ്യത്യാസം ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്. യേശു പറയുന്നു, വലത്തുവശത്ത് വലവീശ്. യാതൊരു എതിർപ്പും പത്രോസ് കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. പത്രോസ് ഒരു സമയത്ത് യുക്തിരഹിതമായിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് പത്രോസിന് അത് തോന്നാം. ഈ ചെറുപ്പക്കാരൻ, ഒരു പക്ഷേ തന്റെ വയസ്സിനേക്കാൾ ഇളയവനായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ ഇതുവരെ എല്ലാ തരത്തിലും അന്വേഷിച്ച് വലവീശി നടന്നിരുന്ന പത്രോസിനോട് പറയുന്നു, വല അവിടെ വീശിയെന്ന്. യുക്തിരഹിതമായിട്ടുള്ള നിർദ്ദേശം. പക്ഷേ യുക്തിരഹിതമായിട്ടുള്ള നിർദ്ദേശത്തില് ഒളിഞ്ഞിരിക്കുന്ന യുക്തി കണ്ടെത്താനുള്ള യുക്തി പത്രോസിന് അതുണ്ടായി. യുക്തിയില്ലായ്മയിലുള്ള യുക്തി കണ്ടെത്താൻ പത്രോസിന് സാധിച്ചു. ഇവിടെയാണ് ജാക്കും പത്രോസും കൂട്ടുകാരും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു കേട്ടതിനനുസരിച്ച്, ലഭിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പത്രോസ് വലവീശി. കേൾക്കണോ മക്കളെ? അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു മീൻപിടുത്തം. അത്രയേറെ വലിയ മത്സ്യങ്ങളടങ്ങുന്ന ഒരു വലിയ പിടുത്തമായിരുന്നു അത്. പത്രോസ് അന്തം വിട്ടു നിൽക്കുന്നു. യോഹന്നാൻ സ്തംഭിച്ചു നിൽക്കുന്നു. ഈ കടലിലാണ് ഞങ്ങൾ ഇതുവരെ മീൻ പിടിക്കാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ ജീവിത അനുഭവങ്ങളും ഒക്കെ ചോദ്യം ചെയ്യത്തക്ക വിധത്തിലായി പോയില്ലേ ഇത് എന്ന ചിന്ത ചെറുപ്പക്കാരുടെ ഉള്ളിൽ തോന്നിക്കാണണം. സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഉണ്ടായത് ഇവിടെ? മനുഷ്യന്റെ യുക്തി അത് യുക്തിരഹിതമാണ് എന്ന് തോന്നുന്ന അവസരത്തിൽ ആ യുക്തിരാഹിത്യത്തിലും യുക്തി ഉണ്ടാകാമെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ച യുക്തി ഇവിടെ ജയിക്കുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സമ്മാനം, അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ സമ്മാനം, അത്രയേറെ വലിയ ഒരു ഖാച്ചായിരുന്നു അത്. യുക്തിരാഹിത്യത്തിലെ യുക്തി കണ്ടെത്താനുള്ള യുക്തി. മനുഷ്യന്റെ യുക്തിയുടെ പൂർണ്ണത നശിക്കുമ്പോ ദൈവത്തിന്റെ യുക്തി പൂർണ്ണമാകുന്നത് കാണാം. ഇത് കണ്ടെത്താനുള്ള കണ്ണ് നമുക്ക് എപ്പോ ഉണ്ടാകുന്നുവോ അന്നേ നാം ദൈവത്തെ കണ്ടുമുട്ടുള്ളൂ. ദൈവത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് അന്നേ കാണാൻ സാധിക്കുള്ളൂ. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ പേരാണ് അബ്രാഹാം. ജനതകളുടെ പിതാവായിട്ട് നിന്നെ നിയമിക്കുമെന്ന്, ഞാൻ നിന്നെ ആക്കുമെന്ന് ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം കൊടുക്കുന്നു. അബ്രാഹാം അത് വിശ്വസിക്കുന്നു. പക്ഷേ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണാൻ പോലും അബ്രാഹത്തിന് യോഗമുണ്ടായില്ല. ജനതകളുടെ പിതാവാകാൻ പോകുന്ന അബ്രാഹത്തിന് ഒരു കുട്ടിയുടെ പിതാവാകാൻ പോലും സാധ്യമല്ലാത്ത സ്ഥിതി. അബ്രാഹാം അധ്വാനിക്കുന്നു. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ അബ്രാഹത്തിന് ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു. അവനാണ് ഐസക്. അബ്രാഹത്തിന് സന്തോഷമായി. യുക്തിരഹിതമായിട്ടുള്ള സാഹചര്യത്തിൽ അബ്രാഹാം ദൈവത്തിന്റെ യുക്തി കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അബ്രഹാം വിചാരിച്ചു, ദൈവത്തിന്റെ യുക്തിയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. ഐസക് വളർന്നു. വളർത്തി ഐസക്കിനെ. എന്തും കൊടുത്ത് വില കൊടുത്തും ഐസക്കിനെ അബ്രാഹാം വളർത്തി. ഐസക് വളർന്നപ്പോ ആ ജനതകളുടെ പിതാവാകാൻ വേണ്ടി നിയുക്തനായിട്ടുള്ള പിതാവിനെ നൽകിയ ഏക മകനെ ബലിയർപ്പിക്കാനാണ് നിർദ്ദേശം. പിന്നെ ഇവൻ എങ്ങനെ അപ്പനാകും? പിന്നെ ജനങ്ങളുടെ അപ്പനാകുന്ന ഇവനെവിടെ? ആകെയുള്ളൊരു കുഞ്ഞിനെ പോലും കൊല്ലണം. യുക്തിരാഹിത്യത്തിലുള്ള തീവ്രമായിട്ടുള്ള നിമിഷങ്ങള്. ദൈവത്തിന്റെ ആ പ്രവർത്തനത്തില് മനുഷ്യന്റെ യുക്തിബോധത്തിന്റെ ഇല്ലായ്മ അബ്രാഹാം ഒരു വശത്ത് കാണുന്നു എന്ന് ഒരിക്കലും
യുക്തിയില്ലായ്മയിലുള്ള യുക്തി കണ്ടെത്താൻ അബ്രാഹത്തിന് സാധിച്ചു. കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മറിച്ചായിരുന്നു. അതുകൊണ്ട് അതിലോട് സഹകരിച്ച് ആ യുക്തിരാഹിത്യത്തിൽ യുക്തി കണ്ടെത്താനുള്ള യുക്തി അബ്രാഹത്തിനുണ്ടായതുകൊണ്ട് ഇന്നും അബ്രാഹം ജനതകളുടെ പിതാവായിട്ട് അംഗീകരിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും സമൂഹത്തിന്, എന്തെങ്കിലും കുടുംബത്തിന്, എന്തെങ്കിലും നമുക്ക് തന്നെ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് വരികില് യുക്തിയില്ലായ്മയിലുള്ള യുക്തി കണ്ടെത്താനുള്ള യുക്തി നമുക്ക് എന്നുണ്ടാകുന്നുവോ അന്നേ അതിന് കഴിയൂ എന്ന യാഥാർത്ഥ്യം പഠിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇതായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം. നമുക്ക് ശ്രമിക്കാം മക്കളെ.